ഹായ് ഫ്രണ്ട്സ്, ശ്രീഷു സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ചന്ദനത്തിരികൾ അപകടകാരികളാണോ, ചന്ദനത്തിരിയുടെ പുക വിഷമാണോ എന്നൊരു സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ ശരിക്കും ചന്ദനത്തിരി കത്തിച്ച് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വീട്ടിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവണം, അതുപോലെ നല്ലൊരു ശാന്തത ഉണ്ടാവണം എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ വീട്ടിൽ ചന്ദനത്തിരി കത്തിച്ച് വെക്കുന്നത്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലമല്ല നമുക്ക് ഉണ്ടാവുക, നമുക്കൊരു നെഗറ്റീവ് സൈഡ് കൂടി അതിനുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ചന്ദനത്തിരികളൊക്കെ ഒരുപാട് രാസവസ്തുക്കൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ചന്ദനത്തിരികൾ നമ്മൾ കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കാർബൺ മോണോക്സൈഡ്, ബെൻസീൻ, അതുപോലെ ഫോർമാൽഡിഹൈഡ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷവാതകങ്ങൾ നമ്മുടെ വായുവിലേക്ക് പടരുകയാണ്. നമ്മൾ പതിവായിട്ട് ചന്ദനത്തിരികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ശ്വാസകോശ സംബന്ധമായിട്ട് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിൽ ആസ്മ, പിന്നെ കുട്ടികളിൽ കാണുന്ന കഫക്കെട്ട്, ചുമ, അങ്ങനെ പിന്നെ ഗർഭിണികൾക്കും തീരെ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ ഈ ചന്ദനത്തിരിയുടെ പുക ശ്വസിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം നമ്മളിതൊന്നും അറിയാതെ എന്നും രാവിലെയും വൈകുന്നേരവും കുറേ ചന്ദനത്തിരി കത്തിച്ച് വെച്ച് അതിൻ്റെ പുക മുഴുവൻ ശ്വസിച്ച് കയറ്റിയിട്ട് നമ്മുടെ ശ്വാസകോശം കേടാക്കാതിരിക്കുക. ഇതിനർത്ഥം പൂർണ്ണമായിട്ടും ചന്ദനത്തിരികൾ ഒഴിവാക്കണമെന്നല്ല കേട്ടോ. നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ചന്ദനത്തിരികളൊക്കെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നമുക്ക് അതൊക്കെ വാങ്ങി യൂസ് ചെയ്യാം. പിന്നെ പതിവായിട്ട് ഉപയോഗിക്കുന്നത് പതുക്കെ പതുക്കെ കുറച്ച് വരിക, അത് നല്ലൊരു ശീലമായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മുടെ ശ്വാസകോശം അതിനാണല്ലോ നമ്മൾ ഫസ്റ്റ് മുൻഗണന കൊടുക്കേണ്ടത്. അപ്പോൾ അത് കരുതിയിട്ട് മുഴുവനായിട്ട് ഒഴിവാക്കാതെ പതുക്കെ പതുക്കെ കുറച്ച് വരിക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് എന്നോട് പറയണം കേട്ടോ. പിന്നെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലൈക്ക് തരണം. മാത്രമല്ല നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വേഗം കാണാം. ബൈ.